നമ്മുടെ രാജ്യത്തിന്റെയും രാജ്യസുരക്ഷയുടെയും സാരഥ്യം സ്ത്രീകളിൽ എത്തി നിൽക്കുന്ന കാലമാണിതല്ലേ. എന്നാൽ നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ ക്ഷേത്ര കമ്മിറ്റികളിൽ സ്ത്രീകൾ എത്ര പേരുണ്ടാകും? ചിലപ്പോൾ ഒന്നോ രണ്ടോ ഉണ്ടായെന്ന് വരാം. എന്നാൽ തിരുവല്ല മണിപ്പുഴ പെരുന്നനാർക്കാവ് ഉത്സവം കൊടിയേറിയപ്പോൾ നാട്ടിൽ മുഴുവൻ ഒരു മാറ്റം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. എന്താണെന്നല്ലേ കണ്ടു നോക്കാം. തിരഞ്ഞെടുപ്പ് കാല കാഴ്ചകളെന്ന് തോന്നാം. എന്നാൽ ഇത് മണിപ്പുഴയിലെ ഉത്സവകാല കാഴ്ചയാണ്. ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് പുരുഷന്മാരുടേതായ പ്രവൃത്തികളും ഉത്തരവാദിത്വങ്ങളും സ്ത്രീകൾ ഏറ്റെടുത്തു. ധനസമാഹരണത്തിന് കരയിലെ മുഴുവൻ വീടുകളിലും ഉത്സവ കമ്മിറ്റിക്കാരായ സ്ത്രീകളാണ് നേരിട്ടെത്തുന്നത്. കിഴക്കുമുറി, നടുവിലെ മുറി, പടിഞ്ഞാറ്റുമുറി കരകളിലെ പിരിവ് ഇവർ തന്നെ പൂർത്തിയാക്കുകയാണ്. ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് ഉഷ രമേശാണ്. പൊതുപ്രവർത്തക കൂടിയായ ഉഷ നേരത്തെ തന്നെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു. സഹകരണ വകുപ്പിൽ അസിസ്റ്റന്റ് ഡയറക്ടറായ ഗീതാ സുരേഷാണ് രക്ഷാധികാരി. കൺവീനർ മഞ്ജു പ്രദീപ്, വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് ജയന്തി ഗോപകുമാർ. പുഷ്പ മോഹൻ, ശ്രീലത, രാജശ്രീ, സ്മിത, തങ്കമണി, ജ്യോതിലക്ഷ്മി, ശ്രീവിദ്യ, ശ്രീകല, ശ്രീലത, ലീലാമ എന്നിവർ കൂടി ചേർന്നതാണ് ഉത്സവ നടത്തിപ്പ്. മുൻകാലങ്ങളിൽ പുരുഷന്മാരായിരുന്നല്ലോ, അപ്പോൾ ഈ പ്രാവശ്യം അവർ തന്നെ പറഞ്ഞു സ്ത്രീകളെ. അപ്പം അവരുടെ എല്ലാവരുടെയും പിന്തുണ ഞങ്ങൾക്കുണ്ട്. ഞങ്ങളതുകൊണ്ട് എല്ലാവരും വാർഡ് മെമ്പർമാർ, സ്കൂളിലെ ടീച്ചർമാർ, എല്ലാവരും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരും, ഞാനാണെങ്കിലും ആശാ വർക്കറും തിരുവല്ല കോടതിയിലെ PLB ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ സമൂഹത്തിൽ ഞങ്ങൾക്ക് എല്ലാവരെയും അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇവരുടെ പിന്തുണകളുള്ളതുകൊണ്ട് ഞങ്ങൾക്കൊരു ധൈര്യമുണ്ട്. സാധാരണ ക്ഷേത്രോത്സവ ദിനങ്ങളിലെ കാഴ്ചകളിൽ നിന്നും വേറിട്ടത് തന്നെയാണ് പരിസരം. ഉത്സവപ്പറമ്പ് ബാഡ്ജ് തൂക്കിയ പുരുഷന്മാർ കൈയടക്കുന്നതാണ് കണ്ടുവരാറുള്ളതെങ്കിൽ ഇവിടെ അങ്ങനെയല്ല. എവിടെയും സ്ത്രീകളെയാണ് കാണാനാകുന്നത്. ഭാഗവത പാരായണത്തിലും ഭജനയിലും നാമജപത്തിലുമൊന്നു വേണ്ട, ഉത്സവം കഴിയും വരെ ഇവിടെ അധികാരികൾ സ്ത്രീ കൂട്ടായ്മയാണ്. ചെറിയ കാര്യമല്ല, ബുദ്ധിമുട്ടുള്ളതാണെന്ന് ഇപ്പോഴാണ് ഞങ്ങൾക്ക് കൂടുതൽ മനസ്സിലായത്. നേരത്തെ കാലത്ത് ഞങ്ങളിതൊരു കാണികളെ പോലെ ഇരുന്നിട്ടേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴാണ് ഇതിൻ്റെ പിന്നിൽ ഇത്രമാത്രം ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടെന്ന് മനസ്സിലായത്. ഈ കത്തി നിൽക്കുന്ന ചൂടിനെ അവഗണിച്ച് ഞങ്ങൾ ഒരു കൂട്ടം ആൾക്കാർ, ഞങ്ങളുടെ പിന്നിൽ നിൽക്കുന്ന ഇത്രയും പേര് ഞങ്ങൾക്കൊപ്പം വീടുകളിലെ ജോലിയും എല്ലാം ഒതുക്കി തീർത്തതിന് ശേഷം ഞങ്ങളെല്ലാവരും ഈ ഒരു കാര്യത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. ഡിസംബർ 28-നായിരുന്നു ഉത്സവ കമ്മിറ്റി തിരഞ്ഞെടുപ്പ്. കാലങ്ങളായുള്ള രീതി ഇക്കുറി മാറണമെന്ന അഭിപ്രായം പൊതുയോഗത്തിൻ്റെതായിരുന്നു. എന്നാൽ പിന്നെ സ്ത്രീകൾ തന്നെ ഉത്സവം നടത്തട്ടെ എന്ന ചിന്ത വന്നു. അതാണ് ഇവരിലൂടെ സാധ്യമായത്. അപ്പോൾ അവർ ശക്തമായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ ദേവസ്വത്തിൻ്റെ ആണെങ്കിലും നമ്മുടെ ഉത്സവ കമ്മിറ്റിയിലും പിന്തുണ എല്ലാവർക്കും ഉണ്ട്. നമുക്ക് പൊതുവായിട്ടൊരു 3 സംഘടനയാണ്, മതസമിതിയാണ് ഇവിടെ ഉള്ളത്. ഒരു മതസമിതിയുണ്ട്, അതുപോലെ നമുക്ക് ഈ പൗർണമി സംഘമുണ്ട്, നാരായണീയ സംഘമുണ്ട്. ഇത് 3 ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ അമ്മമാരാണ് ഇവിടെ മണിപ്പുഴ അമ്പലത്തിൽ മുമ്പിട്ട് പ്രവർത്തിക്കാറുള്ളത്. ഓരോ ദിവസത്തെയും പരിപാടികൾ നിശ്ചയിച്ചതടക്കം തീരുമാനങ്ങൾ പുതിയ കമ്മിറ്റിയുടേതാണ്. കരകളിൽ നിന്നുള്ള കലാകാരന്മാരുടെ പരിപാടികളാണ് ഏറെ. നാട്ടിൻപുറത്തു നിന്നുള്ള പ്രാദേശിക കലാസംഘങ്ങളും വേദിയിൽ എത്തുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. CK അഭിലാൽ നമുക്കൊപ്പം ചേർന്നുണ്ട്. അഭിലാൽ, ഇങ്ങനെ ഒരു കൂട്ടം സ്ത്രീകളെ ഉത്സവ കമ്മിറ്റിയിലൊക്കെ കണ്ടിട്ടേ ഇല്ല എന്ന് തന്നെ പറയാം. എന്തായാലും മാറ്റങ്ങൾ വരട്ടെ, സ്ത്രീകൾ മുന്നോട്ട് വരട്ടെ അല്ലേ? സാധാരണ ഒരു ഉത്സവം നടക്കുന്ന ക്ഷേത്രത്തിൻ്റെ പരിസരത്തെത്തുമ്പോൾ പകൽ സമയങ്ങളാണെങ്കിൽ പോലും അവിടെ കൂടിയിട്ടുള്ള ആളുകളുടെ എണ്ണം പരിശോധിച്ചാൽ അതിൽ പുരുഷന്മാരായിരിക്കും കൂടുതൽ. എന്നാൽ ഈ ക്ഷേത്രത്തിൽ എത്തിയപ്പോൾ അവിടെ കാണാൻ കഴിഞ്ഞത് 3 പുരുഷന്മാരെ മാത്രമാണ്. ബാക്കിയുള്ള പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ ഏർപ്പെട്ടിരുന്നത് സ്ത്രീകളാണ്. പ്രത്യേകിച്ച് രാമായണ പാരായണം, ഭജന, അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിലും ഉത്സവ കമ്മിറ്റിയിലും ഒക്കെ തന്നെ സജീവമായി ഇടപെട്ട് നിൽക്കുന്നത് ആ മേഖലയിലുള്ള 3 കരയിൽപ്പെട്ട സ്ത്രീകളാണ്. ഇവരിൽ ചിലർ ആശാവർക്കർമാരായിട്ടുള്ള ആളുകളുണ്ട്. ഒപ്പം തന്നെ ഗ്രാമപഞ്ചായത്ത് മുൻ അംഗങ്ങളുണ്ട്. അങ്ങനെ പൊതുപ്രവർത്തന രംഗത്ത് സജീവമായി മുൻപുണ്ടായിരുന്ന നല്ലൊരു ശതമാനം ആളുകളെയാണ് നേതൃനിരയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. കഴിഞ്ഞ മാസം 28-ാം തീയതിയായിരുന്നു പൊതുയോഗം. അങ്ങനെ ഇത്തവണ ഒരു മാറ്റം ഉണ്ടാകണം എന്നുള്ള അഭിപ്രായം പൊതുയോഗത്തിൽ ഉയർന്നു വരികയും അങ്ങനെ സ്ത്രീകളെ ഉത്സവ കമ്മിറ്റിയുടെ സമ്പൂർണ്ണമായ ചുമതല ഏർപ്പെടുത്തുകയുമാണ് ഉണ്ടായത്. എന്നാൽ പുരുഷന്മാർ പൂർണ്ണമായി വിട്ടു നിൽക്കുന്നില്ല. പിന്നിൽ ഒരു ചാലക ശക്തിയായി അവർ പ്രവർത്തിക്കുന്നുമുണ്ട്. കഴിഞ്ഞ തിങ്കളാഴ്ച തുടങ്ങിയ ഉത്സവം 10 നാൾ നീണ്ട് ഫെബ്രുവരി മാസം 5-ാം തീയതിയാണ് അവസാനിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ധനസമാഹരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായി അവരുടെ മുന്നിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് തുടക്കത്തിൽ കണക്കാക്കിയത്. പക്ഷേ അതിനെ മറികടക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. എല്ലാ വീടുകളിലും അവർ സംഘമായി തന്നെ നേരിട്ടെത്തി പരമാവധി ആളുകളുടെ സഹകരണം തേടി അങ്ങനെ ഉത്സവം വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ ശ്രമത്തിലാണ് അവർ. 3 ദിവസം അടുക്കുകയാണ് ഉത്സവത്തിൻ്റേത്. വരും ദിവസങ്ങളിലൊക്കെ തന്നെ സജീവമായി
സ്ത്രീകളുടെ പങ്കാളിത്ത ഉത്സവത്തിന്റെ പരിപാടികളിലടക്കം ഉണ്ടാകും. എന്തായാലും സ്ത്രീകൾ മുന്നോട്ട് വന്ന് അവര് നേതൃത്വം നൽകി നടത്തുന്ന ഒരു ഉത്സവമാണ്. ഉത്സവമൊക്കെ ഗംഭീരമായി തന്നെ നടക്കട്ടെ. എന്തായാലും ശരി അഭിലാഷ്.